ലീഗിന്റെ മറ്റൊരു പണ്ഡിതനെ കൂടി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ചവറ്റുകൊട്ട അറബിക്കടൽ എന്നൊക്കെ കേട്ടാൽ കൺട്രോൾ പോകുന്ന KM ശ്രീ ഷാജി മൂപ്പര് മന്ത്രിയായതിനു ശേഷമുള്ള കന്നി പ്രസംഗമാണെന്ന് തോന്നുന്നു. കോഴിക്കോട് കടപ്പുറത്തും മറ്റും പച്ചപ്പടക്കാരെ കാണുമ്പോൾ ആവേശമൊന്നും മൂപ്പർക്ക് ഇപ്പൊ ഇല്ല. ആ സമയം മൂപ്പരുടെ കഴുത്തിലെ ഞരമ്പുകൾക്ക് ജപ്പാൻ കുടിവെള്ള പൈപ്പിന്റെ വണ്ണം ഉണ്ടാകും. ഒരു കൈ പച്ചപ്പടക്ക് നേരെ ചൂണ്ടിപ്പിടിച്ചും മറുകൈ കൊണ്ട് നെഞ്ചത്തടിച്ചും മൂപ്പര് വിളിച്ചു പറഞ്ഞ കോരിത്തെരിപ്പിക്കുന്ന വാക്കുകൾ കേട്ട് എത്ര തവണ കോൾമേർ കൊണ്ടവരാ പച്ചപ്പടക്കാര്. പക്ഷെ ഇപ്പൊ മൂപ്പരുടെ നിയമസഭാ പ്രസംഗം കേട്ട പച്ചപ്പട അസർഫ് പറയുന്നത് ഇത് ഞങ്ങളുടെ സാജി സാഹിബ് അല്ല, മൂപ്പര് ഇങ്ങനെ അല്ല എന്നാണ്. തന്നെ ട്രോളാൻ തക്കം പാത്തിരിക്കുന്നവരുടെ മുന്നിൽ അടിപതറിയ ഷാജിയുടെ അവസ്ഥ മൂപ്പരുടെ ശരീരഭാഷയിൽ മാത്രമല്ല പറയുന്ന വാക്കുകളിലും പ്രകടമായിരുന്നു. ഭവനരഹിതരുടെ പുനരധിവാസത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതികൾ താഴെ പറയുന്നതാണ്. 1. ലൈഫ് പദ്ധതി. ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് 15,62,2026 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണ 15,62,2026 വരെ. മൂപ്പര് ഈ പറഞ്ഞത് പിടികിട്ടിയോ? ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ LDF സർക്കാർ നിർമ്മിച്ചു നൽകിയ വീടിന്റെ കണക്ക് ആരോ ചോദിച്ചപ്പോ പറഞ്ഞതാ 15,62,2026 എന്ന്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ ഞെട്ടി. 5 ലക്ഷത്തിലധികം വീട് നിർമ്മിച്ചു നൽകിയെന്നാണ് ഇടതുപക്ഷം തന്നെ അവകാശപ്പെടുന്നത്. എന്നാൽ അത്രയൊന്നും വീട് ഇല്ല എന്നാണ് UDFകാർ ആരോപിച്ചത്. അവിടെയാണ് ഷാജി അതിന്റെ 3 മടങ്ങിലധികം വീട് നിർമ്മിച്ചെന്ന കണക്കുമായിട്ട് വരുന്നത്. പക്ഷെ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗം കേട്ടപ്പോൾ നിയമസഭയിൽ ഇരുന്നവരുടെ മൊത്തം കിളിപോയി, എന്റെയും കിളിപോയി. ഭവന നിർമ്മാണ 15,62,2026. പിന്നെയാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. ഒരുപക്ഷെ ഒന്നുകൂടി കേട്ടാ നിങ്ങൾക്കും പിടികിട്ടും. 15,62,2026 വരെ. മനസ്സിലായോ? ഇല്ലല്ലേ? മൂപ്പര് ആദ്യം പറഞ്ഞ 15,62,2026 എന്നത് വീടുകളുടെ എണ്ണമല്ല, അതൊരു തീയതിയാണ്. 15/6/2026, അതായത് ഈ വർഷം ജൂൺ 15 വരെ സർക്കാർ ലൈഫ് ഭവന പദ്ധതിയിലൂടെ മൊത്തം 6,09,514 വീടുകൾക്ക് ധനസഹായം അനുവദിച്ചെന്നും അതിൽ 5,02,401 വീടുകളുടെ പണി പൂർത്തീകരിച്ചെന്നുമാണ് മൂപ്പര് പറയാൻ ശ്രമിച്ചത്. 15,62,2026 വരെ 6,09,514 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണം ധനസഹായം അനുവദിച്ചതിൽ 5,02,401 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണം പൂർത്തീകരിച്ചു. 1,07,113 വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നേതാവാണ്, 2 തവണ MLA ആയ ഒരാൾ, ഇപ്പോൾ മന്ത്രിയും. പാവപ്പെട്ട ആളുകൾക്ക് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രാഥമിക വിവരം എത്രത്തോളം ഉണ്ടെന്ന് നോക്കൂ. സാധാരണ രാഷ്ട്രീയക്കാർക്കിടയിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണിത്. LDFന്റെ വലിയ അവകാശവാദങ്ങളിൽ അവരുടെ ഭരണ നേട്ടമായി അവർ ഉയർത്തി കാണിച്ച ഒന്നാണ്. ആ വിഷയത്തെക്കുറിച്ച് പ്രാഥമികമായ അറിവുണ്ടെങ്കിൽ ഇത്തരത്തിൽ 15 ലക്ഷത്തിന്റെ ഒരു കണക്ക് KM ഷാജി ഈ സഭയിൽ പറയൂ? ഒരു മന്ത്രി കസേരയിൽ ഇരുന്നിട്ടാണ് ഈ കണക്ക് പറയുന്നത്. ഒന്നും വേണ്ട, അദ്ദേഹത്തിന് എഴുതി കൊടുത്ത ആ വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത ആ കണക്ക് പ്രസംഗിക്കുന്നതിന് മുൻപ് ഒന്ന് ഉറപ്പുവരുത്താൻ അദ്ദേഹം നോക്കണ്ടേ? അതിനുപോലും ശ്രമിച്ചില്ല. ബാക്കി ഭാഗം കൂടി അദ്ദേഹത്തെ കൊണ്ട് വായിപ്പിച്ചത് ഏത് മഹാപാപിയാണോ നോക്കണേ. LDFന്റെ ഭരണ നേട്ടമാണ് KM ഷാജിക്ക് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പറയേണ്ടി വന്നത്. ആ പ്രസംഗം ഒന്ന് കേട്ടു നോക്കൂ. 6,09,514 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണം ധനസഹായം അനുവദിച്ചതിൽ 5,02,401 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണം പൂർത്തീകരിച്ചു. 1,07,113 വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുന്നു. ലൈഫ് മിഷൻ മുഖേന നിർമ്മാണം ആരംഭിച്ച ഭവന സമുച്ചയങ്ങളിൽ 4 ഭവന സമുച്ചയങ്ങളുടെയും പാർട്ണർഷിപ്പിലൂടെ നിർമ്മാണം ആരംഭിച്ച 3 ഭവന സമുച്ചയങ്ങളിൽ 2 ഭവന സമുച്ചയങ്ങളുടെയും നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. 23 ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുന്നു. ഭവനരഹിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ ആരംഭിച്ച മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിനിന്റെ ഭാഗമായി 29.84 ഏക്കർ ഭൂമി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗുണഭോക്താക്കൾക്ക് രജിസ്റ്റർ ചെയ്ത് നൽകിയിട്ടുണ്ട്. ലൈഫ് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ പദ്ധതിയുടെ 1ാം ഘട്ടം മുഖേന 1000 ഭവനരഹിത കുടുംബങ്ങൾക്ക് ഭൂമി ലക്ഷ്യമാക്കി. മേൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി 509 ഗുണഭോക്താക്കൾക്ക് ഭൂമി നൽകുന്നതിനുള്ള
രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ദീർഘമായിട്ടുള്ള ഉത്തരവാണോ? കുറച്ചുണ്ട്. ലൈഫ് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള 100 ഭവനരഹിതർക്ക് ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318A ആഭിമുഖ്യത്തിൽ നൽകുന്ന വീടുകളുടെ നിർമ്മാണം പുരോഗമിച്ചു വരുന്നു. PMAY നഗരം 2 PMAY നഗരം പദ്ധതിയുടെ ഭാഗമായി 1,14,037 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഭൂരഹിത ഭവനരഹിതർക്ക് പാർപ്പിട സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള അഫോർഡബിൾ ഹൗസിംഗ് ഇൻ പാർട്ട്ണർഷിപ്പ് ഘടകത്തിൽ ഉൾപ്പെടുത്തി 11 പാർപ്പിട സമുച്ചയങ്ങളിലായി 970 കുടുംബങ്ങൾക്ക് ഭവന യൂണിറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു. 530 യൂണിറ്റുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. 3 PMAY ഗ്രാമീൺ 2021-22 സാമ്പത്തിക വർഷം മുതൽ നാളിതുവരെ 34,265 വീടുകൾ പൂർത്തീകരിച്ചു. PM ജന്മൻ പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ച 1,282 വീടുകളിൽ 63 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. മേൽ പദ്ധതികളുടെ പുരോഗതി സംബന്ധിച്ച വിവരം അനുബന്ധമായി ചേർക്കുന്നു. B തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കുന്നതിനായി പൊതു ആസ്തികളായ റോഡുകൾ, ജലസ്രോതസ്സുകൾ, ആധുനിക മാർക്കറ്റുകൾ, അറവുശാലകൾ, ഗ്യാസ് ക്രമിറ്റേറിയങ്ങൾ, ആധുനിക ഓഫീസ് കെട്ടിടങ്ങൾ, കേസ്മാർട്ടിലൂടെ ലഭിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന വിവര ശേഖരണ സംവിധാനം, മാലിന്യ സംസ്കരണ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ, കുടിവെള്ള വിതരണ സംവിധാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ, നിരവധി ഡിജിറ്റൽ സംവിധാനങ്ങൾ എന്നിവ സർക്കാർ നടപ്പിലാക്കി. വിശദവിവരം അനുബന്ധ 2 ആയി ചേർക്കുന്നു. C സംസ്ഥാനത്തെ നഗരസഭയുടെയും കോർപ്പറേഷനുകളുടെയും സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി നഗര തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുന്നതിനും പൗരന്മാർക്ക് സേവനങ്ങൾ വേഗത്തിലും സുതാര്യമാക്കുന്നതിനുമായി കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ നടപ്പിലാക്കി. വിശദവിവരം അനുബന്ധം 3 ആയി ചേർക്കുന്നു. D കുടുംബശ്രീ നാഷണൽ അവാർഡ്, കേരളത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അവാർഡ്, നിർമ്മൽ പുരസ്കാരം, ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് ശാക്തീകരണ പുരസ്കാരം, GPD അവാർഡ് തുടങ്ങിയ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തദ്ദേശ മേഖലയിലെ നേട്ടങ്ങൾ, കേരളത്തിൽ ലഭിച്ച അംഗീകാരങ്ങളുടെ വിശദാംശങ്ങൾ അനുബന്ധം 4 ആയി ചേർക്കുന്നു. ഇതാണ് KM ഷാജിയുടെ അവസ്ഥ. ആ പഴയ KM ഷാജിയെ നമുക്ക് എവിടെയോ കളഞ്ഞുപോയി. അറബിക്കടലിലാണോ ചവറ്റുകൊട്ടയിലാണോ ഒന്ന് തപ്പി നോക്കണം പച്ചപ്പടക്കാർ. കഷ്ടം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.